ഒരു എം എൽ എയോട് പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത്. അതുകൊണ്ട് തന്നെ എം എൽ എയോട് തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് എന്നല്ലാതെ ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാം ഇന്ന് എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല. വിജിൻ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് അദ്ദേഹം പ്രതികരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ നഴ്സുമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. 100ഓളം നഴ്സുമാർക്കെതിരെയാണ് ആ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. അതെ, തെറ്റായിട്ടുള്ള നിലപാടൊരു പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക, പോലീസ് സ്ഥലത്തില്ലാതിരിക്കുക, ഒരു ബ്ലോക്കും ചെയ്യാതിരിക്കുക, ജാഥ വരുന്ന ആളുകൾ ഈ തുറന്നു കിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിലൂടെ കലക്ട്രേറ്റിലേക്കല്ലേ പോകുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സമര രീതി. അപ്പോൾ അവർ വളരെ ശാന്തരായതുകൊണ്ട് വേറെ സംഭവങ്ങളൊന്നും കണ്ണൂരിലുണ്ടായില്ല. ഈ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സംഭവത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് ഇന്നലെ എം വി ജയരാജൻ പഴയങ്ങാടിയിലെ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം പോലീസ് അറിഞ്ഞിട്ടും വേണ്ട ഒരു കരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത്. അല്ല, ജയരാജൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതിനെക്കുറിച്ച് ഇനി ഞാൻ വിശദീകരിക്കുന്ന ഒരു പ്രശ്നം ആ വിഷയത്തിൽ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ വീഴ്ചയുണ്ടാവും. അല്ല, ഈ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും, എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും. ഈ കേരളത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കാനും എല്ലാ ജനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് ജയരാജ, അവിടെ തന്നെയാണ് ഈ പോലീസിൻ്റെ തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധയിൽപ്പെടുത്തുമോ? അല്ല, ഇതിപ്പോൾ ഒരു കേരളത്തിൽ സംബന്ധിച്ചൊരു പുതിയ സംഭവമല്ല. ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ താരതമ്യേന ഇത്തരം സംഭവങ്ങൾ കുറവാണ്. എല്ലാം വളരെ ശാന്തമായി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയുമല്ലിത്. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യക്തിഗതമായി എടുത്താൽ ചില ദൂഷ്യ സ്വഭാവമുള്ളവരുണ്ടാകും. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പോലീസ് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചിലർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അത് തന്നെ അവരെ നിരീക്ഷിച്ച് കറക്റ്റ് ചെയ്ത് പോവുകയാണ്. പൊതുവേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏറ്റവും അധികം മെച്ചപ്പെട്ട നിലയിൽ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അനുഭവങ്ങളെടുത്ത ചില പോലീസ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള ഗുരുതരമായ ചില നടപടികളൊക്കെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ പോലീസിനെ ഫലപ്രദമായ നിലയിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ദൗത്യമാണ് ഗവൺമെൻറ് നിർവഹിക്കുന്നത്. ആ ദൗത്യം തന്നെ ഗവൺമെൻറ് നിർവഹിക്കും. അതിനെ അലങ്കോലപ്പെടുത്താൻ ആരെയും സമ്മതിക്കില്ല. ഇപ്പം മുന്നറിയിപ്പുണ്ടായിട്ടും നേരത്തെ ഈ പ്രശ്നം ഉണ്ടാകുന്ന മുന്നറിയിപ്പുണ്ടായിട്ടും പഴയങ്ങാടിയിൽ പോലീസ് ഒന്നും ചെയ്തില്ല, കാര്യശേഷി ഇല്ലാതെ പ്രവർത്തിച്ചു എന്നാണ്. അതിലിപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പോലീസ് പരിശോധിച്ച് അതിൻ്റെ നിലപാട് സ്വീകരിക്കട്ടെ. ഈ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ ഇങ്ങനെ മോശമാക്കാൻ പോലീസിൽ നിന്ന് തന്നെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ബോധപൂർവമായ ശ്രമം, പ്രതിപക്ഷത്തിന് ഒരു വടി കൊടുക്കാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടോ? ഇത് പോലീസിനകത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ശരിയായ നിലയിൽ തന്നെ നിരീക്ഷിച്ച് യഥാവസരം ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതും നല്ലതുപോലെ ഗവൺമെൻറ് നിരീക്ഷിക്കുന്നുണ്ട്. ഈ SIക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യം അല്ലേ? അല്ല, അതെല്ലാം പോലീസ് അന്വേഷിച്ച് പിന്നെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് അവരുടെ ചുമതലയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കലല്ല. പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ അന്വേഷണം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടി. പഴയങ്ങാടി വിഷയത്തിൽ പോലീസ് ചെയ്യേണ്ട കാര്യം പോലീസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടി വരുമെന്നാണ് എം വി ജയരാജൻ പറഞ്ഞത്. അത്രമേൽ മോശമായോ പോലീസ്? അത് പൊതുയോഗങ്ങളിലൊക്കെ അവിടെ ജയരാജൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു ആവർത്തിക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇന്നലെ ഈ കേസെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് MLAയുടെ പേര് ചോദിച്ചു. പക്ഷേ MLAയുടെ പേര് ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല പോലീസ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കേണ്ടതില്ല. എന്തിനാ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കുന്നു? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവരെ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഈ നേഴ്സുമാരോട് പറയും, ഇതിൻ്റെ അകത്ത് നമ്മളങ്ങനെ കടക്കാൻ പാടില്ല, നിങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ഇവരെ പുറത്ത്, കാരണം പോലീസൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവരെല്ലാം അങ്ങ് നടന്നങ്ങ് കയറി. അപ്പോൾ അവരെയെല്ലാം ഗേറ്റിന് പുറത്ത് കൊണ്ടുവന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് വിജിൻ ഇടപെട്ടത്. അപ്പോഴാണ് വന്ന് ബഹളുണ്ടാക്കിയത്.